ഹലോ ഗായ്സ്, നമുക്ക് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് കുക്കർ നാരങ്ങ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് നാരങ്ങ കഷ്ണങ്ങളാക്കിയിട്ടത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3 കഷ്ണം വെള്ളം അഥവാ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വിസിലിട്ടിട്ട് വേവിച്ചെടുക്കണം. നിങ്ങളുടെ കുക്കറിന്റെ വിസിൽ അനുസരിച്ചിട്ടായിരിക്കണം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നാരങ്ങയ്ക്ക് ഈ മസാലയൊക്കെ പിടിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് അതും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് അതിനുശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു ഇത്തിരി അച്ചാർ പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ആ മസാലേൻ്റെ പച്ചമണക്ക് പോകുന്നവരെ ഒന്ന് വാട്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഈത്തപ്പഴം കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ആയിട്ട് യോജിപ്പിച്ച ശേഷം ഇനി ഒരു 2 ടീസ്പൂണോളം വിനാഗിരി ഉണ്ടല്ലോ സുർക്ക അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച വേവിച്ച് വെച്ച നമ്മുടെ നാരങ്ങേൻ്റെ ഇതുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നാരങ്ങേൻ്റെ മിക്സും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിടാം. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണേ. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നന്നായി തിളച്ച് വറ്റണം. അങ്ങനെ വറ്റി നല്ലൊരു ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അധികം വെള്ളമില്ലാണ്ടാണ് ഇത് രസം. അപ്പോൾ നമ്മളെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.